ഹെഡ്ഗേവാറിൻ്റെ പേരിനെ ചൊല്ലി വലിയ പ്രതിഷേധങ്ങൾക്കാണ് പാലക്കാട് സാക്ഷിയായത്. ആദ്യം BJP MLA ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുന്നു, പിന്നീട് മറുപ്രതിഷേധം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ പ്രതിഷേധമയം. ഹെഡ്ഗേവാറിൻ്റെ പേര് ആ നൈപുണ്യ വികസന കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? അല്ല, ഇത് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിനെ ചൊല്ലിയിട്ടാണ് തർക്കമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിനെ ചൊല്ലി ആയിരുന്നു തർക്കമെങ്കിൽ ഇത് കൗൺസിലിൽ ഇത് വരുന്ന സമയത്ത് ചർച്ചയ്ക്ക് ധാരാളം സ്കോപ്പ് ഉണ്ടായിരുന്നു. പേരിനെ സംബന്ധിച്ച് മാത്രമായിരുന്നെങ്കിൽ എന്തിനാണ് ആ ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെടുത്തിയത്? എന്തിനാണ് ഈ പറഞ്ഞ രീതിയിൽ ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് ഈ പറഞ്ഞ ലഹളയ്ക്ക് അവിടെ വരാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഇവിടെ വികസനം നടക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം. കോൺഗ്രസ് ഇത്ര കാലം ഭരിച്ചിട്ട് ഈ പറയുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് പറയാൻ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പേരും ഇങ്ങനെയുള്ള വിഷയങ്ങളായിരുന്നു പ്രധാനമായി ചർച്ചയ്ക്ക് വന്നതും പ്രതിഷേധത്തിൽ വന്നു. പക്ഷേ ഇപ്പോഴത് നേതാക്കന്മാർ തമ്മിലുള്ളൊരു പരസ്പര വെല്ലുവിളിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയല്ലോ. ഇപ്പോൾ രാഹുലിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. അതൊക്കെ അതും ഞാൻ പറയട്ടെ, ഈ കോൺഗ്രസിനൊരു മിടുക്കുണ്ട്, ആടിനെ പട്ടിയാക്കുന്ന വലിയ മിടുക്കന്മാരവർ. പ്രശാന്ത് ശിവൻ ജില്ലാ അധ്യക്ഷൻ്റെ ക്ലിപ്പ് ഞാൻ വളരെ വളരെ വ്യക്തമായിട്ട് കേട്ടതാണ്. അദ്ദേഹം ഒരിക്കലും കാല് വെട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ രാഹുൽ അതിനെ കാല് വെട്ടുമെന്നാക്കി. ഒരു പദ്ധതി വരുന്ന സമയത്ത് അതെങ്ങനെ മുടക്കുക? ഏറ്റവും നല്ല ഉദാഹരണമാണ് ക്യാമറ പ്രോജക്റ്റ്. ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. ആരാ പോയത് കേസിന്? 2 കൗൺസിലർമാരാ പോയത്. ഞങ്ങളിപ്പോൾ ഒരു ശ്രമമായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന മുടന്തൻ ന്യായങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് മൈൻഡ് ചെയ്യില്ല. ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. നഗരസഭ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധങ്ങൾക്കിടയിലും ഈ പേരുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. മൽഗോഴ്സി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.